ദേവീ ശരണം അമ്മേ. വട്ടാറ്റുള്ളൊരു വസ്തുവിൽ വിലസിടും സംഭൂത സർവാത്മികേ, വിട്ടാർന്നുള്ളൊരു നിന്റെ പൂർവനിലയെ വാഴ്ത്തുന്നു ഹാ വിഷ്ണുവും. കൽപ്പാന്ത്യോദയകാരിണീ വിമലജേ കാരുണ്യ കർമാംബികേ, നൽപൂങ്കാലടികൂം കുമ്പിടുന്നിതനിശം എന്നാറ്റുകാലീശ്വരീ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 22-ാമത്തെ അധ്യായം ഹരിശ്ചന്ദ്ര ചരിതമാണ് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൻ്റെ വാക്കുകളെ സത്യമാക്കി വസിഷ്ഠനിൽ വിജയം നേടാനായിക്കൊണ്ട് വിശ്വാമിത്രൻ ചെയ്യുന്ന പരീക്ഷണങ്ങളും അതിൽ പെട്ട ദുഃഖങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കുന്നതായിട്ടുള്ള സൂര്യവംശരാജാവായ ഹരിശ്ചന്ദ്രൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നിയുടെയും മകൻ്റെയും കഥകളെയാണ് അവലോകനം ചെയ്തു കൊണ്ടുവരുന്നത്. ഹരിശ്ചന്ദ്രൻ്റെ മുമ്പിലെത്തിയ വിശ്വാമിത്രൻ ചോദിക്കുന്നു, രാജാവേ, പണ്ടങ്ങ് രാജസൂയത്തിൻ്റെ ദക്ഷിണ നൽകാമെന്ന് പറഞ്ഞിരുന്നുവല്ലോ. അങ്ങ് സത്യത്തിനെ മാനിക്കുന്നവനാണെങ്കിൽ ആ ദക്ഷിണ എനിക്കിപ്പോൾ തന്നാലും എന്ന് ചോദിച്ചു. ഹരിശ്ചന്ദ്രൻ നമസ്കരിച്ചു. ഇത് അങ്ങയ്ക്കുള്ള ദക്ഷിണ സ്വീകരിക്കൂ. പണ്ട് ഞാൻ പറഞ്ഞ രാജസൂയ യാഗത്തിൻ്റെ ദക്ഷിണ എന്ന് ഇപ്പോഴിതാ കിട്ടിയ ദക്ഷിണയെ കൊടുത്തു, കയ്യിലുള്ള ധനത്തിനെ കൊടുത്തു. അപ്പോൾ ആ വിശ്വാമിത്രൻ ചോദിക്കുന്നത്, അങ്ങയ്ക്ക് എവിടുന്നാണ് ഈ ദക്ഷിണ നൽകാനുള്ള ധനം കിട്ടിയത്? അപ്പോൾ ഹരിശ്ചന്ദ്രൻ പറഞ്ഞു, അങ്ങയോടിപ്പോൾ അക്കാര്യം എന്തിനാ ഞാൻ പറയേണ്ട ആവശ്യമായിട്ടുള്ളത്? അത് ദുഃഖപൂർണമായിട്ടുള്ള ആ ഒരു കാര്യം പറയുന്നത് കൊണ്ട് എന്താണിപ്പോൾ ഒരു പ്രയോജനമായിട്ടുള്ളത്? അതെൻ്റെ മനോദുഃഖങ്ങളെ വർദ്ധിപ്പിക്കുമെന്നല്ലാതെ വേറൊരു കാര്യവുമില്ലല്ലോ അത് പറഞ്ഞതുകൊണ്ട് എന്നൊക്കെ. അപ്പോഴാണ് വിശ്വാമിത്രൻ പറയണത്, അശുദ്ധമായിട്ടുള്ള ധനം ഞാൻ സ്വീകരിക്കുകയില്ല. ശുദ്ധമായിട്ടുള്ള ധനം മാത്രമേ ഞാൻ ദക്ഷിണയായിട്ട് സ്വീകരിക്കൂ. അതുകൊണ്ട് ഈ ധനം എങ്ങനെ ലഭിച്ചതാണ് എന്ന് നീ സത്യമായിട്ട് പറഞ്ഞാൽ ഈ ധനം സ്വീകരിക്കണോ വേണ്ടിയോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ ധനം നിനക്ക് എവിടെന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കണോ? അപ്പോൾ നിവൃത്തിയില്ലാതെ വന്ന സമയത്ത് ഹരിശ്ചന്ദ്രൻ പറയാണ്, എൻ്റെ പതിവ്രതയായിട്ടുള്ള പത്നിയെ ഞാൻ കോടിദ്രവ്യം വാങ്ങി വിറ്റു. എൻ്റെ പുത്രനായിട്ടുള്ള രോഹിതനെ 10 കോടി ദ്രവ്യത്തിനും ഞാൻ വിറ്റു. അങ്ങനെ 11 കോടി ദ്രവ്യമുണ്ട്, അതങ്ങ് സ്വീകരിച്ചാലും എന്ന് പറയുകയാണ്. ഭാര്യയെ വിറ്റ് കിട്ടിയ ധനം വളരെ കുറച്ചേ ഉള്ളൂ എന്നതുകൊണ്ട് കുപിതനായ കൗശികൻ ശോകാവിഷ്ടനായിക്കൊണ്ട് വീണ്ടും ഹരിശ്ചന്ദ്രനോട് പറയണു, രാജസൂയത്തിൻ്റെ ദക്ഷിണയായിട്ടില്ല ഇത്. വേറെ ധനമുണ്ടാക്കി വേഗം അത് പൂർത്തിയാക്കിക്കൊള്ളണം. എനിക്ക് ദക്ഷിണ മതിയെന്ന് നീ വിചാരിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ പരമമായിട്ടുള്ള ശക്തി എന്താണ് എന്നുള്ളത് നിന്നെ ഞാൻ മനസ്സിലാക്കിത്തരും. എൻ്റെ ഉഗ്ര തപസ്സിൻ്റെ ബ്രാഹ്മണ്യത്തിൻ്റെ ശക്തി എന്താണ് എന്നുള്ളത് ഞാൻ നിന്നെ മനസ്സിലാക്കിത്തരും എന്നാണ് പറയണത്. അതായത് പറഞ്ഞ ദക്ഷിണയൊന്നും ആയിട്ടില്ല,
അതുകൊണ്ട് ദക്ഷിണ മുഴുവനായിട്ട് തരണം. അല്ലാതെ കണ്ട് ഇപ്രകാരം കുറച്ച് ഭാര്യയും പുത്രനെയും വിറ്റ് കിട്ടിയ ദക്ഷിണ തന്നിട്ട് ഇനി ബാക്കി തരാതെ കണ്ടിരിക്കാനുള്ള ഒരു ചിന്തയാണ് മനസ്സിലെന്നുണ്ടെങ്കിൽ എൻ്റെ ശാപത്തിന് പാത്രീഭൂതനാവും എന്നൊക്കെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള വിശ്വാമിത്രൻ്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഹരിശ്ചന്ദ്രൻ പറഞ്ഞു, ഇനിയും വേണ്ടത് ബാക്കിയുള്ളത് ഞാൻ തന്നോളാം, അല്പകാലം കാത്തിരിക്കണം. എൻ്റെ പത്നിയെയും പുത്രനെയും ഞാനിതാ ഇപ്പോൾ വിറ്റതേയുള്ളൂ എന്നൊക്കെ ഉത്തരം പറയും. കേട്ട വിശ്വാമിത്രൻ പറയും, രാജാവേ, ദിവസത്തിൻ്റെ കാൽഭാഗം ഇനിയുമുണ്ട് അസ്തമിക്കാനായിട്ട്. അതുവരെ ഞാൻ ക്ഷമിക്കാം, പിന്നെ അവധി പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞു പോയി എന്നാണ് പറയണത്. അപ്പോൾ സൂര്യാസ്തമനം വരെയാണ് സമയം കൊടുത്തിരുന്നത് ഹരിശ്ചന്ദ്രന് വിശ്വാമിത്രൻ ധനം കൊടുക്കാൻ. അതിനി അല്പസമയം കൂടി ബാക്കിയുണ്ട്. അപ്പം അതുവരെ താൻ കാത്തിരിക്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ കിട്ടിയ ധനവും കൊണ്ട് വിശ്വാമിത്രൻ അവിടെ നിന്ന് യാത്രയായി. തൽക്കാലം വീണ്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ധനത്തിനായിട്ട്. അങ്ങനെ ആ 22ാമത്തെ അധ്യായം അവിടെ പൂർത്തിയാവുന്നു. ഇനി നമ്മൾ പോകുന്നത് അടുത്ത 23ാമത്തെ അധ്യായത്തിലേക്കാണ്. സപ്തമസ്കന്ധം നാളെ മുതൽ തുടങ്ങാം. മഹാദേവ്യൈ നമഃ.